വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ജാമിഇലെ ബാബുൽ അദബ് എന്നുള്ള ഭാഗമാണ്, അതിലുള്ള ഹദീസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചത്. കിതാബുൽ ജാമിഇലെ രണ്ടാമത്തെ വലിയ അധ്യായം ബാബുൽ ബിർരി വസ്സില. ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ വായിക്കുന്നത്. ബാബു അൽ ബിർരി വസ്സില, ബിർറും സിലയും. രണ്ട് വാക്കുകളും സാമ്യതകളുള്ള വാക്കുകളാണ്, എന്നാൽ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട്. ബിർ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക, നന്മയിൽ വർത്തിക്കുക. ഇതൊക്കെയാണ് ബിർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളമായി സാമ്പത്തികമായോ ശാരീരികമായോ ഒക്കെ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകൾ ബിർ എന്നുള്ള വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സില എന്ന് പറയുന്ന വാക്ക് ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. അവിടെ ബിറിലെ പോലെ അത്രയും അധികം നൽകുകയും കൊടുക്കുകയും ഒക്കെ ഉണ്ടാകണമെന്നില്ല. ബന്ധം ചേർക്കുക, കേവല സന്ദർശനങ്ങൾ കൊണ്ട്, ഒരു ഫോൺ കോൾ കൊണ്ടൊക്കെ ഈ സില, ബന്ധം ചേർക്കുക എന്നത് ശരിയാകുന്നതാണ്. എന്നാൽ ബിർ എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിലുള്ള വാക്കാണ്. അതുകൊണ്ടാണ് ബിർ എന്നുള്ളത് പൊതുവെ മാതാപിതാക്കളുടെ വിഷയത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്നുള്ളത്. അവരെ കേവലം കാണുക എന്നുള്ളതല്ലല്ലോ. അവർക്ക് ധാരാളമായി നന്മകളും പുണ്യങ്ങളും ഒക്കെ, ഒരുപാട് ഹക്കുകൾ, ബാധ്യതകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. എന്നാൽ സില എന്ന് പറയുന്നത് മറ്റുള്ള കുടുംബ ബന്ധുക്കളോട് കാണിക്കേണ്ട ബന്ധമാണ്. അവരെ സന്ദർശിച്ചുകൊണ്ടും നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഒക്കെ അവരുമായി പുലർത്തുന്ന കാര്യത്തിനാണ് സില എന്ന് പറയുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ സഹോദരങ്ങളെ, അങ്ങനെയുള്ള മാതാപിതാക്കളോടും അയൽവാസികളോടും അങ്ങനെയുള്ള കുടുംബ മിത്രാദികളോടുമൊക്കെയുള്ള ഹക്കുകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ചിട്ടാണ് ഈ ബാബിൽ, ഈ അധ്യായത്തിൽ വരുന്ന ഹദീസുകൾ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ദീൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ്യതകൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ദീനിൽ എത്ര അറിവ് കൂടുന്നുവോ അത്രയും ഈ ബാധ്യതകൾ പാലിക്കുന്നതിൽ അവൻ മുൻപന്തിയിലായിരിക്കണം. പ്രത്യേകിച്ചും മാതാപിതാക്കളോടുള്ള ബാധ്യതകളിൽ ഒരിക്കലും ഒരു ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അതിലൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അവൻ തന്റെ മാതാപിതാക്കളോട് അങ്ങേയറ്റം പുണ്യം കാണിക്കുന്ന, നന്മയിൽ വർത്തിക്കുന്ന, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവസിക്കുന്ന ഒരാളായിട്ട് മാറിത്തീരേണ്ടതുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മറ്റുള്ളവരോട് കാണിക്കുന്ന മര്യാദകൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദീനിനെ തന്നെ വിലയിരുത്തുന്നത്. നമ്മൾ അവരോട് കാണിക്കുന്ന മര്യാദകളിൽ വീഴ്ചയുണ്ട് എങ്കിൽ, അവരോട് കാണിക്കേണ്ട സ്വഭാവങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ആളുകൾ നമ്മുടെ ദീനിനെയാണ് കുറ്റം പറയുക. എന്ത് ദീനാണ് ഇവൻ പഠിക്കുന്നത്, എന്താണ് ഇവൻ മനസ്സിലാക്കുന്നത്, ഇത്രയും ഖുർആൻ വായിച്ചിട്ട്, ഹദീസുകൾ കേട്ടിട്ട്, ക്ലാസുകൾ കേട്ടിട്ട്, ഖുതുബകൾ കേട്ടിട്ട് ഇവന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ, ആളുകൾ വിലയിരുത്തും. പ്രത്യേകിച്ച് മാതാപിതാക്കളോടും അയൽവാസികളോടും ഒക്കെയുള്ള ബാധ്യതകളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ. അതുകൊണ്ടൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിവ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബാധ്യതകളും ഇത്തരത്തിലുള്ള മര്യാദകളും അത് കൃത്യമായി അവൻ കരസ്ഥമാക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ആരാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത്? ആരാണ് ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ? ബന്ധം, കുടുംബ ബന്ധം ചേർക്കണമെന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കളിൽ വരിക? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത്, തന്റെ നാലാമത്തെ വല്യുപ്പ, അതായത് ഉപ്പയുടെ മുകളിലുള്ള നാലാമത്തെ വല്യുപ്പ മുതൽക്ക് ഇങ്ങോട്ടുള്ള മുഴുവൻ മക്കളും നമ്മുടെ കുടുംബ ബന്ധത്തിൽ വരും എന്നാണ് പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നിന്റെ മാതാപിതാക്കളുടെ കീഴിലുള്ളവർ എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, അപ്പോൾ ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ കുടുംബങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ചില ആൾക്ക് ഉപ്പാക്കൊരു സഹോദരൻ, അല്ലെങ്കിൽ ഉപ്പയുടെ ബന്ധപ്പെട്ട കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വേറെ ചിലർ അത് നീയുമായി ബന്ധപ്പെട്ട എല്ലാവരും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേയറ്റം വിശാലമാക്കി കളഞ്ഞു. എന്നാൽ അതല്ലാത്ത ഈ പറഞ്ഞതുപോലെ തന്റെ നാലാമത്തെ പിതാമഹൻ മുതൽ ഇങ്ങോട്ട് ഉള്ള ആളുകളെല്ലാം ഈ കുടുംബ ബന്ധത്തിൽ ഉൾപ്പെടും
എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരോടൊക്കെ ഈ പറയുന്ന ബന്ധം ചേർക്കലൊക്കെ ഉണ്ടാകണം. ചിലപ്പോൾ മുകളിലോട്ട് വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുകയുള്ളൂ, വളരെ കുറഞ്ഞൊരു കാരണം അവർ എവിടെയെങ്കിലൊക്കെ ഉള്ള ഒരാൾ രണ്ടാൾ ഉണ്ടാവുകയുള്ളൂ. ചിലർക്കത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ ഈ പറയുന്ന ആളുകളൊക്കെ കുടുംബ ബന്ധമാണ് എന്ന് മനസ്സിലാക്കുക, അവരോടൊക്കെ ആ ബന്ധം ചേർക്കേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഹദീസുകൾ വായിക്കാം. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ അൻ യുബ്സത അലൈഹി ഫി റിസ്ഖിഹി വ അൻ യുൻസഅലഹു ഫി അഥരിഹി ഫൽയസിൽ റഹിമഹു അഖ്റജഹു അൽ ബുഖാരി. ഈ ഹദീസിൽ പറയുന്നത് മൻ അഹബ്ബ അൻ യുബ്സത അലൈഹി ഫി റിസ്ഖിഹി, ആരെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വഅൻ യുൻസഅലഹു ഫി അഥരിഹി, അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. യുബ്സത എന്ന വാക്കിന്റെ അർത്ഥം യുവസ്സ, വിശാലത ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ റിസ്കിൽ വിശാലത ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം യുൻസ എന്ന് പറഞ്ഞ യുഅഖർ, പിന്തിപ്പിക്കുക. അതായത് നമ്മുടെ അജൽ, നമ്മുടെ അവധി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിച്ചു തരിക, നമുക്ക് വിശാലമായ ആയുസ് നൽകുക, ആയുസ്സിൽ വർധനമുണ്ടാക്കുക എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നേടാൻ ചെയ്യാൻ പറഞ്ഞത് ഒരു കാര്യമാണ്. ഫല്യസിൽ റഹിമഹു, അവൻ അവന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ, അവരെ സന്ദർശിച്ചുകൊണ്ടും സാധിക്കുന്ന രൂപത്തിലുള്ള നന്മകൾ അവർക്ക് ചെയ്തുകൊണ്ടും അങ്ങനെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക, കുടുംബങ്ങളുമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക, എങ്കിൽ ഈ രണ്ട് കാര്യവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഹദീസിലുള്ള ഫവായിദുകൾ, ഈ ഹദീസിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ, ഒന്നാമത്തത് സഹോദരങ്ങളെ, ഹസ്സുൻ അലീമുൻ അലാ സിലത്തിർ റഹ്മി വത്തർഗീബി ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹത്തായ ഒരു പ്രേരണയാണ് നൽകിയിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യം ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആയുസ്സിൽ വർധന ഉണ്ടാകുക എന്നുള്ളത്. രണ്ട്, ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകുക എന്നുള്ളത്. എല്ലാ മനുഷ്യരും അവരുടെ ഫിത്രത്തിൽ തന്നെ, അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളിൽപ്പെട്ടതാണത്. അധ്വാനിക്കുന്ന സമയത്ത് ഉപജീവനത്തിൽ ഒരു വിശാലത ഉണ്ടാകണം. കുടിസത ആരും ഇഷ്ടപ്പെടുകയില്ല, പ്രയാസം ആരും ഇഷ്ടപ്പെടുകയില്ല, കടബാധ്യതകൾ ഉണ്ടാകാൻ ആരും ഇഷ്ടപ്പെടുകയില്ല. അവന്റെ ഉപജീവനത്തിൽ, ഉപജീവനം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെട്ടു ഭക്ഷണവും പാനീയങ്ങളും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അവന്റെ റിസ്കിൽപ്പെട്ടതാണ് അവന്റെ ഇൽമും അമലും ഒക്കെ അതിൽ ഉൾപ്പെട്ടു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കൽ അവന്റെ റിസ്ക്കാണ്. ആ ദീനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഒരു റിസ്ക്കാണ്. അപ്പൊ ഇതെല്ലാം അവന് വിശാലതയായി കിട്ടണം, നല്ല രൂപത്തിൽ ചെയ്യാൻ സാധിക്കണം. അതിനുള്ള പ്രേരണ സഹോദരങ്ങൾ ഇതുണ്ട്. ഇത് മനുഷ്യന്മാർക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആയുസ്. ആരും പെട്ടെന്ന് മരിച്ചു പോകണം എന്ന് മനുഷ്യന്മാർ ആരും ആഗ്രഹിക്കാറില്ല. മറിച്ച് ധാരാളം കാലം ജീവിക്കണം എന്ന് തന്നെയാണ് ആളുകൾ ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്. ധാരാളം കാലം ജീവിക്കണം, അത്രയും കാലം നല്ല പുണ്യങ്ങൾ ചെയ്തുകൊണ്ട്, റബ്ബിന് വേണ്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആരാഗ്രഹിക്കുന്നുവോ അവൻ കുടുംബബന്ധം പുലർത്തിക്കൊള്ളട്ടെ എന്നാണ്. അപ്പൊ അതിന് വലിയ പ്രേരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഫായിദ ഇതിൽ നിന്ന് നേർക്കുനേരെ കിട്ടുന്ന കാര്യമാണ്. കുടുംബബന്ധം ചേർത്താൽ അതൊരാളുടെ ഉപജീവനത്തിൽ വർധനവുണ്ടാകും, അവന്റെ ആയുസ്സിൽ വിശാലതയുണ്ടാകും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. മൂന്നാമത്തെ കാര്യം ഇസ്ബാത്തുൽ അസ്ബാബ്, സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ സ്ഥിരപ്പെടുന്നുണ്ട്. അല്ല, ഇന്ന കാര്യം ചെയ്താൽ ഇന്നതുണ്ടാകുമെന്ന് പറയുമ്പോൾ ചില കാരണങ്ങൾ ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പൊ കാരണങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. ഏതൊരു കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഒരാൾ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യേണ്ടത്. കാരണങ്ങൾ സ്വീകരിക്കാതെയുള്ള തവക്കുൽ എന്ന് പറയുന്നത് അത് ശരിയല്ല. എന്തിനും ഒരാൾക്ക് കുട്ടി ഉണ്ടാകണമെങ്കിൽ അത് നിക്കാഹ് കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവന് റിസ്ക് വേണമെങ്കിൽ അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. ഏതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ട് കാരണങ്ങൾ പറയുകയാണ്. ഒരാളുടെ ആയുസ് വിശാലത ലഭിക്കാനും അതുപോലെ തന്നെ റിസ്കിൽ വിശാലത ലഭിക്കാനുമുള്ള കാരണമായിട്ട് കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാരണങ്ങൾ വേണം എന്നുള്ളതിന്
ഈ ഹദീസിൽ തെളിവുണ്ട്. ഇനി ഒരാൾ ചോദിച്ചേക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, പല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഫഇദാ ജാഅ അജലുഹും, ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, അവധി എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅ, ഒരു നിമിഷ നേരം പോലും, ഒരു സമയം പോലും അവൻ അതിൽ നിന്നും പിന്തിപ്പിക്കാൻ സാധിക്കുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അള്ളാഹു കണക്കാക്കിയതിനു മുമ്പ് അവൻ മരണപ്പെട്ടു പോവുകയുമില്ല. അള്ളാഹു ഓരോരുത്തരും എപ്പ മരിക്കണം, എവിടെ മരിക്കണം, ഏത് സെക്കൻഡിൽ മരിക്കണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ശരി, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരാൾ ഈ പറയുന്ന രൂപത്തിൽ കുടുംബബന്ധം പുലർത്തിയാൽ അയാളുടെ ആയുസ്സിൽ വർധന ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ തോന്നിയേക്കാം. പണ്ഡിതന്മാർ വളരെ ലളിതമായിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ആരാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. ഇന്നയാൾ ഇങ്ങനെ കുടുംബബന്ധം പുലർത്തുകയും അയാൾക്ക് ഇത്ര വയസ്സ് കൂടുതൽ വേണം എന്നുള്ളത് അള്ളാഹു തആലക്ക് നേരത്തെ അറിയാം. അതിനനുസരിച്ചിട്ടാണ് അയാളുടെ ഡെഡ് ലൈൻ, അയാൾ എപ്പോൾ മരിക്കണം എന്ന് അള്ളാഹു തആല നിശ്ചയിക്കുന്നത്. ഇന്നയാൾ ഇങ്ങനെ കുടുംബബന്ധം പുലർത്തും, അയാൾ നന്നായി കുടുംബബന്ധം പുലർത്തുന്ന അയാളാണ്. അയാൾ അതില്ലായിരുന്നെങ്കിൽ അയാൾക്ക് 60 വയസ്സ് അയാൾ ജീവിക്കുമായിരുന്നുള്ളൂ. പക്ഷെ അയാൾ ഇന്ന കുടുംബബന്ധം പുലർത്തും. അങ്ങനെ അയാൾ 70, 80, 90 ഒക്കെ വയസ്സ് ജീവിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിയാം. കുടുംബബന്ധം പുലർത്തിയിട്ട് വേണ്ട അള്ളാഹു തആലക്ക് അത് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തും. എന്നാൽ അങ്ങനെ പുലർത്താത്ത ആളുകൾക്ക് അള്ളാഹു അത് രേഖപ്പെടുത്തുകയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുകയില്ല അള്ളാഹു നമ്മുടെ കാര്യത്തിൽ എന്താണ് രേഖപ്പെടുത്തിയതെന്ന് അറിയില്ല. നമ്മൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യം അറിയാത്തതുപോലെ, നമ്മൾ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നറിയാത്തതുപോലെ, നമുക്ക് ആയുസ്സിൽ വർധന ഉണ്ടാകുമോ, നമുക്ക് ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകുമോ എന്ന് നമുക്കറിയുകയില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ സ്വീകരിക്കുക, നമ്മൾ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, ഈ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബബന്ധം പുലർത്തുക. അങ്ങനെ കുടുംബബന്ധം പുലർത്തിയാൽ നമ്മുടെ കിതാബിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ ഇന്ന ഹദീസുകൾ മനസ്സിലാക്കി, ഇന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ കുടുംബബന്ധം പുലർത്തുകയും അങ്ങനെ നമ്മുടെ ആയുസ് ഇങ്ങനെ നീട്ടിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും നമ്മുടെ കിതാബിൽ ഉണ്ടാവുക. നമുക്കറിയുകയില്ല. അപ്പൊ നമ്മൾ ഈ കാരണം ചെയ്യുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തും ഈ പറയുന്ന ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഈ ആയത്തും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഉപജീവനത്തിന്റെ കാര്യം. അതുപോലെ തന്നെയാണ് ഉപജീവനത്തിന്റെ കാര്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കുമുള്ള ഉപജീവനം എത്രയാണ് എന്നുള്ളത് ഒരാൾ അയാളുടെ ഗർഭപാത്രത്തിലുള്ളപ്പോൾ തന്നെ മലക്ക് വന്ന് ഊതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ചെറിയ കുട്ടി, ഗർഭസ്ഥ ശിശുവായിട്ടുള്ള ഈ കുട്ടി, ഇവൻ ജനിച്ചു വലുതാവുകയും എന്ന കുടുംബബന്ധമൊക്കെ പുലർത്തുകയും ഇവന്റെ ആയുസ് ഇത്ര ഉണ്ടാവുകയും എന്നുള്ളത് അള്ളാഹു തആലക്ക് നേരത്തെ അറിയാം. അള്ളാഹു അതനുസരിച്ചിട്ടാണ് മലക്കുകളോട് പറയുക, ഇവന്റെ ആയുസ് ഇത്ര രേഖപ്പെടുത്തുക, ഇവന്റെ ആയുസ് ഇത്ര രേഖപ്പെടുത്തിയാൽ മതി എന്ന് അള്ളാഹു അതനുസരിച്ചിട്ടാണ് മലക്കിന് കൽപ്പന നൽകുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുക, കുടുംബബന്ധം പുലർത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങോട്ട് മുറിച്ചാലും സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ബന്ധം പരിശ്രമിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് കുടുംബബന്ധം ഒരാൾ മുറിച്ചു എന്ന് പറയുന്നത്? എപ്പോഴാണ് കുടുംബബന്ധം ചേർത്തു അല്ലെങ്കിൽ എപ്പോഴാണ് കുടുംബബന്ധം മുറിച്ചു എന്ന് നമ്മൾ പറഞ്ഞു? സില എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സന്ദർശനങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പൊ എത്ര ദിവസം പോകാതിരുന്നാലാണ് കുടുംബബന്ധം മുറിച്ചു എന്ന് പറയുക? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലാണ് കുടുംബബന്ധം മുറിച്ചു എന്ന് പറയുക? പണ്ഡിതന്മാർ പറയുന്നു, ശരീഅത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേർക്ക് നേരെ ഒരു തെളിവ് വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഉർഫാണ് പരിഗണിക്കുക, അവന്റെ നാട്ടുനടപ്പാണ് പരിഗണിക്കുക. നാട്ടുനടപ്പുകൾ എപ്പോഴും കാലവും ദേശവും ഒക്കെ അനുസരിച്ച് മാറുന്നതായിരിക്കും. ഇപ്പോ ഈ ഒരു നാട്ടിലുള്ള നാട്ടുനടപ്പായിരിക്കില്ല വേറൊരു ഭൂഖണ്ഡത്തിലുള്ള വേറൊരു രാജ്യത്തുള്ള നാട്ടുനടപ്പ്. ഈ 2024 നാട്ടുനടപ്പാവുകയില്ല ഒരു 10 വർഷം കഴിഞ്ഞാലുണ്ടാവുക, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. മാറും. ദേശവും കാലവും ഒക്കെ അനുസരിച്ചിട്ട് നാട്ടുനടപ്പ് മാറുന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പണ്ട് കാലത്തൊക്കെ ഒരാളുടെ കുടുംബബന്ധം ചേർക്കലിൽ പെട്ടതാണ് മറ്റു വിദേശത്തോ അല്ലെങ്കിൽ ദൂര യാത്രയൊക്കെ കഴിഞ്ഞു വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊണ്ടുകൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊണ്ടുകൊടുത്താൽ അതൊരു ബന്ധം ചേർക്കലായിട്ട് അവർ കാണും. അങ്ങനെ ദൂരെ പോയിട്ടും തൊട്ടടുത്ത
ആൾക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതങ്ങനെയാണ് പരിഗണിക്കുക, പിന്നെ എന്നെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒരു കുടുംബബന്ധം ചേർക്കാത്തതുപോലെ പരിഗണിക്കും. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം 10-20 വർഷം മുമ്പാണ് പറയുന്നത്, എന്നാൽ ഇപ്പോൾ ആളുകൾ അങ്ങനെ അത് പരിഗണിക്കാറില്ല. ഒരാൾ യാത്ര ചെയ്യുന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും, കാരണം ഇപ്പൊ അങ്ങനെ ഒരു അത് നിലവിലില്ല. അദ്ദേഹം പറയാണ് അവിടെയുള്ള കാര്യം. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പണ്ടുള്ളതുപോലെ അങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോയി വരാറുണ്ട്. സാധനങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ ഇവിടെയൊക്കെ കിട്ടാനും തുടങ്ങി. അങ്ങനെ ഒരു ദൂര സ്ഥലത്ത് നിന്ന് പോയ ഒരാൾ പ്രത്യേകമായിട്ട് ഒരു കൊണ്ടുതരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അത് കാലത്തിനും ദേശത്തിനൊക്കെ അനുസരിച്ച്, നാട്ടു നടപ്പനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു നാട്ടിൽ ഒരാള് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അകന്നു കഴിഞ്ഞാൽ ഇയാൾ ഒരു കുടുംബബന്ധം മുറിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ അത് കുടുംബബന്ധം മുറിക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക, അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പരിഗണിക്കുക. ഓരോ നാട്ടിലും ഓരോ സമയത്തൊക്കെയുള്ള അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനങ്ങൾ വേണ്ടതുണ്ടാകും, അല്ലെ? ആ രൂപത്തിൽ സഹോദരങ്ങൾ പരിഗണിക്കുക. അതെന്നാൽ ഇന്ന് ആഴ്ച തോറും പോകണം, മാസം തോറും പോകണം എന്നൊന്നും ഹദീസിൽ വന്നിട്ടില്ല. നമുക്ക് സാധിക്കുന്നത് പോലെയുള്ള നല്ല രൂപത്തിൽ കുടുംബബന്ധം മുറിച്ചു എന്ന് പറയാത്ത രൂപത്തിൽ നമ്മൾ അങ്ങനെയുള്ള സന്ദർശനങ്ങളൊക്കെ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ഹദീസ് അൻ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഖാൽ. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ യഅനി ഖാതിഅ റഹിമിൻ മുത്തഫഖുൻ അലൈഹി. എന്താണ് പറഞ്ഞത്? കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഖാതിഅ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, മുറിക്കുന്നവൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഖാതിഅ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവനാണ് എന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ഹദീസിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഹദീസാണ്, തർഗീബാണ്, പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്, വിശാലത ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ രണ്ടാമത്തെ ഹദീസിൽ തർഹീബാണ്, ഭയപ്പെടുത്തുകയാണ്, ഭീഷണി പറയുകയാണ്. അതായത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ആ ഒരു തർത്തീബിലാണ് ഹദീസുകൾ കൊടുത്തത്. ആദ്യം തർഗീബിന്റെ, പ്രേരണയുടെ ഭാഗം, അല്ലെ? എപ്പോഴും അങ്ങനെയാണ്, ദഅവത്തിൽ അങ്ങനെയാണ്. ഒരാൾക്ക് പ്രേരണകളായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുക, നല്ല താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക. അതിൽ തന്നെ ഒരുപാട് ആളുകൾ അതിൽ ആഗ്രഹിക്കും. നല്ലത് ആഗ്രഹിക്കാത്തത് ആരാണുള്ളത്? പക്ഷെ ചില മനസ്സുകൾ അത് ആഗ്രഹിക്കുകയില്ല. അപ്പോൾ അവർക്ക് താക്കീതുകൾ വേണ്ടി വരും, അവർക്കപ്പോൾ താക്കീതുകൾ വേണ്ടി വരും, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ രൂപത്തിലാണ് അദ്ദേഹം ഹദീസ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം ഇങ്ങനെ കുടുംബബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു നന്മയും ഒരാൾക്ക് ചെയ്യാതിരിക്കുക. തന്റെ കുടുംബ ബന്ധത്തിലുള്ള ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള കുടുംബം, ഒരുപാട് കുടുംബമുണ്ട്. അവരിൽ ഒരാൾക്കും ഒരു നന്മയും ചെയ്യുകയില്ല. അതാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഉപദ്രവമാണ് ചെയ്യുന്നത് എങ്കിലോ അത് ഗൗരവമുള്ള കാര്യമായി. അവർക്ക് ഉപദ്രവമാണ്, നന്മയൊന്നും ചെയ്യുന്നുമില്ല, ഉപദ്രവമാണ് ചെയ്യുന്നത് എങ്കിൽ സഹോദരങ്ങളെ അത് ഉപദ്രവം, അത് വലിയ ഗുരുതരമായ കാര്യമാണ്. അപ്പൊ 3 അവസ്ഥ ഒരു മനുഷ്യനുണ്ടാകാം. ഒന്ന്, അത് നല്ല രൂപത്തിൽ കുടുംബ ബന്ധം പുലർത്തുന്നവനായിരിക്കും. രണ്ടാമത്തത്, അവൻ ഉപദ്രവിക്കുകയില്ല എന്നാൽ ഒരൊട്ട് നന്മയും ചെയ്യുകയില്ല. മൂന്നാമത്തത്, അവൻ ഉപദ്രവിക്കുന്നവനായിരിക്കും. ഇതിൽ ഒന്നാമത്തെ കാര്യം മാത്രമാണ് സഹോദരങ്ങളെ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്നുള്ള ഗണത്തിൽ പെടുകയുള്ളൂ. രണ്ടാമത്തതും തെറ്റാണ്, മൂന്നാമത്തതും തെറ്റാണ്. മൂന്നാമത്തത്, അവർക്ക് ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. പടപ്പുകൾ പരസ്പരം ചെയ്യുന്ന എല്ലാ ദുൽമുകളും ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ അത് കൂടപ്പറപ്പുകളോട്, സ്വന്തം കുടുംബമിത്രാദികളോട് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ ഗൗരവം വരും. കാരണം അത് ബന്ധം മുറിക്കുക എന്നുള്ളതിന് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമാണ് ചെയ്തത്. അവരോട് ബന്ധം പുലർത്താനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. അത് പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് ഉപദ്രവം ചെയ്യുക. ചിലപ്പോൾ സ്വത്തിന്റെ വിഷയത്തിലായിരിക്കും, അല്ല മറ്റെന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന് പേരിലായിരിക്കും. ജ്യേഷ്ഠനും അനിയനും ഒക്കെ തെറ്റുന്നത് നിസ്സാരമായ ഒരു സെന്റൊന്നും വേണ്ട, ആ ഒരു വളവ് അങ്ങോട്ട് നിർത്താത്തതിന്റെ പേരിലൊക്കെ കാലങ്ങളോളം മിണ്ടാതെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ. കുടുംബബന്ധം മുറിച്ചു എന്നതിന് പകരം അതുമാത്രമല്ല സഹോദരങ്ങൾ, അതിനപ്പുറത്തേക്ക് വലിയ ലുൽമാണ് അങ്ങോട്ട് ചെയ്യുന്നത്. ആരാണ് ലുൽമ ചെയ്തത്? അവർ വലിയ ലുൽമാണ് സഹോദരങ്ങളെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കുടുംബബന്ധം പുലർത്തിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വാഗ്ദാനം നൽകിയിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് നന്മ ചെയ്താൽ അങ്ങോട്ടേക്ക് നന്മ ചെയ്യുക, തിരിച്ചു ചെയ്യുക എന്നുള്ള ആളുകളെ കുറിച്ചിട്ടല്ല. അതല്ല ശരിക്കും പറഞ്ഞാൽ കുടുംബബന്ധം എന്ന് പറയുന്നത്. പുലർത്തുക, കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ലൈസൽ വാസിലു ബിൽ മുകാഫിയ, ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. ഇന്നമൽ വാസിൽ, തീർച്ചയായും കുടുംബബന്ധം ചേർക്കുന്നവൻ ആരു മാത്രമാണ്? ഹുവല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, അവന്റെ കുടുംബബന്ധം മുറിക്കപ്പെട്ടാൽ അങ്ങോട്ട് പോയി ചേർക്കുന്നത്, അവനാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത്. മറ്റേത് ഇങ്ങോട്ട് ചെയ്തു തന്നാൽ ഞാനും അങ്ങോട്ട് ചെയ്യും, ഞങ്ങളുടെ കല്യാണത്തിന് വന്നാൽ ഞങ്ങളും അങ്ങോട്ട് കല്യാണത്തിന് വരും, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെയ്തു തരും. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബന്ധമില്ല, അങ്ങോട്ടേക്ക് വരുന്ന പരിപാടിയില്ല, ഞങ്ങളുടെ കഴിഞ്ഞ കല്യാണത്തിന് വന്നിട്ടില്ല എങ്കിൽ ആയുസ്സിലൊരു കല്യാണത്തിന് ഞങ്ങൾ വരികയില്ല. അതല്ല സഹോദരങ്ങളെ. പല കാരണങ്ങൾ കൊണ്ട്, അവരുടെ ജഹലായിരിക്കാം, വിവരക്കേടായിരിക്കാം, എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന് വീട്ടിലുള്ള ഒരു കല്യാണത്തിന് വരാത്ത അവസ്ഥകളൊക്കെ ധാരാളം ഉണ്ടാകുന്ന നാട്ടിൽ. ശരി, തിരിച്ച് അവർക്കൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ പണ്ടത്തെ 10-15 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അത് ഈ സമയം അവസരം കിട്ടാൻ കാത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് ഇങ്ങോട്ട് അവർ മുറിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അങ്ങോട്ടേക്ക് ബന്ധപ്പെടാനാണ് സഹോദരങ്ങളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അതാണ് കുടുംബബന്ധം ചേർക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ ഇങ്ങോട്ടേക്ക് നൽകിയാൽ പ്രത്യുപകാരം ചെയ്യുക, പകരത്തിന് പകരമാക്കിയാൽ അതുകൊണ്ടായില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഹദീസിൽ സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം നരകത്തിലാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇന്നാലിന്ന അമലുകളൊക്കെ ചെയ്താൽ, ഇന്നാലിന്ന തിന്മകളൊക്കെ ചെയ്താൽ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൽ ഒന്നാമതായി നരകത്തിൽ കാലാകാലമുണ്ട് എന്നല്ല, മറിച്ച് നരകത്തിൽ കാലാകാലം കഴിയുന്നവർ ആരായിരിക്കും? ശിർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇങ്ങനെയൊന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ അതിനർഹനാണ് എന്നാണ് അർത്ഥം. നിർബന്ധമായും പ്രവേശിക്കും എന്നില്ല. കാരണം എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കും. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു ശിർക്ക് എന്ന് ഒരിക്കലും പുറത്തു കൊടുക്കൂല. മരണപ്പെട്ടത് ശിർക്കിലാണെങ്കിൽ അള്ളാഹുവിന്റെ പുറത്തു കൊടുക്കലേ ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അള്ളാഹു ചെയ്യാത്ത കാര്യം നീ ചോദിക്കുകയും അള്ളാഹു ചെയ്തു കൊടുക്കാത്ത കാര്യം നീ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ മുശ്രിക്കുകൾക്ക് പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ വയഗ്ഫിറു മാ ദൂന ദാലിക, ആ ഷിർക്കിനും കുഫറിനും ഒക്കെ താഴെയുള്ള എന്തും എത്ര വലിയ വൻ പാപമാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അതും നിരുപാധികമല്ല, ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷെ അതൊരിക്കലും സഹോദരങ്ങളെ നമുക്ക് ഒരു നിർഭയത്വം ഉണ്ടാകേണ്ട കാര്യമല്ല, തിന്മകൾ ഒരു പേടിയില്ലായ്മ ഉണ്ടാവേണ്ട കാര്യമല്ല. കാരണം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരുന്നാണ് പറഞ്ഞത്. ആർക്കാണ് അറിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ദേശിക്കുമോ ഇല്ലേ എന്നാർക്കാണ് അറിയുക? അള്ളാഹുവിന്റെ മശീഅത്തിനെ കുറിച്ച് അവന് മാത്രമേ അറിയുകയുള്ളൂ. പടപ്പുകളിൽ ആർക്കും അറിയുകയില്ല അള്ളാഹു ആരുടെ പേരിൽ എന്താണ് ഉദ്ദേശിക്കുക എന്നാർക്കും അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. ശരി, ഈ ഹദീസിലുള്ള ഫായിദകൾ, ഒന്നാമത്തത് സഹോദരങ്ങളെ, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വൻ പാപമാണ് എന്ന് മനസ്സിലാക്കാം. കുടുംബബന്ധം മുറിക്കൽ വൻ പാപമാണ്. കാരണം ഏതെങ്കിലും ഒരു തിന്മ, ആ തിന്മ ചെയ്താൽ അവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യം വൻ പാപമാണ്. നമ്മൾ പലപ്പോഴും മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൻ പാപം എന്ന് പറയുന്നത് 7 വൻപാപങ്ങൾ പലപ്പോഴും നമ്മൾ മദ്രസകളിലോ പണ്ടപ്പോഴോ ഒക്കെ മനസ്സിൽ അങ്ങനെ ചേർത്ത് വെച്ചതായിരിക്കും. 7 വൻപാപങ്ങൾ അത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കാറുള്ളത്. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിൽ ഈ കുടുംബബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇല്ല. യഥാർത്ഥത്തിൽ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഈ 7 വൻപാപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്തി വായിക്കേണ്ട കാര്യമാണ്. കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വൻപാപത്തിൽ കെട്ടപ്പെട്ട കാര്യമാണ്. കാരണം ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിലെ 3-ാമത്തെ ഹദീസ്, വഅനിൽ മുഗീറത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. മുഗീറത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചു, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത്ത് വവഅദൽ ബനാത്ത് വമൻഅൻ വഹാത്ത് വകരിഹ ലക്കും ഖീല വഖാൽ വകസ്റതസ് സുആൽ വഇളാഅത്തുൽ മാൽ മുത്തഫഖുൻ അലൈഹി. 6 പ്രധാനപ്പെട്ട കാര്യം വിരോധിച്ചുകൊണ്ടുള്ള ഹദീസാണ് സഹോദരങ്ങളെ ഈ ഹദീസ്. അതിൽ ആദ്യത്തെ 3 ഇന്നല്ലാഹ ഹറമ അലൈക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീടുള്ള 3 വകരിഹലക്കും എന്നാണ് പറഞ്ഞത്. കരിഹലക്കും എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്, അതും ഒരേ അർത്ഥം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് രണ്ടും നിഷിദ്ധം തന്നെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഹറാമുകളെ കുറിച്ച്, നിഷിദ്ധമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സൂറത്തുൽ ഇസ്രായിൽ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, ഇതെല്ലാം റബ്ബിന്റെ അടുക്കൽ മക്റൂഹായ കാര്യമാണ്, അതായത് മുഹറമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായി പറഞ്ഞത് ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക. ബിറിന് നേരെ വിപരീതമായ വാക്കാണ് ഉഖൂഖ് എന്ന് പറയുന്നത്. ബിറിന് നേരെ വിപരീതമായ കാര്യമാണത്. അതായത് അവരോട് കാണിക്കേണ്ട ബാധ്യതകളിൽ വ്യക്തമായ വീഴ്ച വരുത്തുക. അവരെ കാണുന്നതും സന്ദർശിക്കുന്നതും അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതും, അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, നിർബന്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വീഴ്ച വരുത്തുന്നതെല്ലാം ഇതിൽപ്പെട്ടു. അതാണ് ഒന്നാമത്തെ കാര്യം, ഉഖൂഖുൽ ഉമ്മഹാത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഉമ്മഹാത്ത് എന്ന് മാത്രം പറഞ്ഞത്? ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ മാതാക്കൾ എന്ന് മാത്രമേ വരുന്നുള്ളൂ, മാതാപിതാക്കൾ വന്നിട്ടില്ല, മാതാക്കളിനെ പറയുന്നുള്ളൂ. പണ്ഡിതന്മാരത് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രം എന്നല്ല. കാരണം മിക്കവാറും അവകാശങ്ങളൊക്കെ കൊടുക്കാൻ സാധ്യതയില്ലാത്ത ചിലപ്പോൾ മാതാക്കളോടായിരിക്കും. കാരണം അവരാണ് കൂടുതൽ ആവശ്യക്കാരായിട്ടും ഉണ്ടാവുക. പൊതുവെ പിതാക്കൾ അധ്വാനിക്കുന്നവരും അവർക്ക് കഴിവുള്ളവരുമൊക്കെ ആയിരിക്കും. അപ്പൊ അവരെക്കാൾ കൂടുതൽ പരിഗണനയും സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ ആവശ്യമൊക്കെ, നമ്മുടെ സഹായമൊക്കെ വേണ്ടത് ഉമ്മമാർക്കായിരിക്കും. അതുകൊണ്ട് ഉമ്മമാരോടുള്ള ഉഖൂഖാണ്, അനുസരണക്കേടാണ് കൂടുതൽ ഉണ്ടാവുക. മാത്രവുമല്ല ഉമ്മയോടാണ് കൂടുതൽ ഹക്കുമുള്ളത്, അല്ലെ? ഉമ്മയോടാണ് കൂടുതൽ ഹക്കുമുള്ളത്. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അതല്ലാതെ ഉപ്പയോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നല്ല. രണ്ടും ഒരുപോലെ ഗൗരവമുള്ള കാര്യമാണ്. ഉപ്പയോട് അനുസരണക്കേട് കാണിക്കുന്നതും ഒരുപോലെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖളാ റബ്ബുക, റബ്ബിന്റെ ശർഈയായ വിധിയാണത്. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവനല്ലാതെ ഒന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ആ തൗഹീദ് പറഞ്ഞതിന് ശേഷം, നിർബന്ധമാണ് തൗഹീദ് നിർബന്ധമാണ് എന്ന് അറിയിച്ചതിന് ശേഷം രണ്ടാമതായി പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ളതാണ്. ഇത് തന്നെ മതി. മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കാൻ ഒരു വലിയ പ്രഭാഷണത്തിന്റെ ആവശ്യം, ഈ ഒരൊറ്റ ആയത്തിന്റെ ഈ ഭാഗം മതി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഒപ്പമാണ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ, അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള അനുസരണ എന്ന് പറയുന്നത്. അവിടെ നോക്കൂ, വബിൽ വാലിദൈൻ, മാതാപിതാക്കൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോട് രണ്ടുപേരോടും അനുസരണ കാണിക്കുക, ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, നല്ല രീതിയിൽ സഹവർത്തിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അല്ലെ? അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽം, അവർക്ക് അറിവില്ലാത്ത കാര്യത്തിൽ അവർ നിന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ അത് നിങ്ങൾ അവരെ അനുസരിക്കാൻ പാടില്ല. എന്നിട്ട് ആ മുശ്രിക്കുകളായ ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളുടെ കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസാഹിബ്ഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കായ മാതാപിതാക്കളോട് കാണിക്കാൻ പറഞ്ഞ മര്യാദയാണത്. ഇതുപോലെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇത്ര കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ഏത് ദീനാണുള്ളത്? ഒരു ദീനിലും കാണാൻ സാധിക്കുകയില്ല. ഏത് ദീനിലാണുള്ളത് ഇത്ര കൃത്യമായിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള മാതാപിതാക്കളല്ലേ അത്? മുശ്രിക്കുകളല്ലേ അത്? അള്ളാഹ്ക്ക് പറഞ്ഞൂടെ അവരെന്തെങ്കിലും ചെയ്തോളും, ഒന്നും നോക്കേണ്ടതില്ല? അള്ളാഹിന്റെ ദീനല്ലേ? അള്ളാഹിന്റെ അടിമകളോട് ഇഷ്ടമുള്ളതുപോലെ കൽപ്പിച്ചൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നോക്കൂ. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് മഅറൂഫായിട്ട് നന്മയിൽ നിങ്ങൾ വർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനാണ് ദീനുൽ ഇസ്ലാം.
എന്നറിയാൻ എത്ര തെളിവുകൾ അതിൽപ്പെട്ടതല്ലേ ഇത്. അള്ളാഹു തആല ആ മുശ്രിക്കുകളോട് പോലും ഇങ്ങനെ പെരുമാറിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ മാതാപിതാക്കളുടെ ഹക്ക് എത്രമാത്രം വലുതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം ഉഖൂഖുൽ ഉമ്മഹാത്താണ് പറഞ്ഞത്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് ഹറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ നമ്മളോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമാകും. അതെപ്പോഴാണ് നിർബന്ധമല്ലാത്തതുള്ളൂ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചാലാണ്. അല്ലാഹു തആല വിരോധിച്ച കാര്യം അവർ കൽപ്പിച്ചാൽ അതനുസരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ച കാര്യം നമ്മോട് ചെയ്യണ്ടെന്ന് പറയുകയാണ്. അപ്പോഴും വേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഫവായിദിൽ നമുക്ക് വായിക്കാം. രണ്ടാമത്തെ കാര്യം വഅദൽ ബനാത്ത്, കുട്ടികളെ, ഇവിടെ ബനാത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജാഹിലിയത്തിൽ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന വലിയ ളുൽമകളിൽപ്പെട്ട ഒരു ളുൽമായിരുന്നു ഇത്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദ വഹുവ കളീം. അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖമൊക്കെ കറുത്തിരുണ്ട്, അവർക്ക് കോപാകുലനായി അവരവിടെ എഴുന്നേറ്റ് പോകും എന്നുള്ളതാണ്. അവർക്ക് യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, ആ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്തയിൽ അവർക്ക് വലിയ നാണക്കേടാണ്. എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യുക, കഷ്ടമായല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ നാണക്കേടാണ്. എങ്ങനെയാണ് ആളുകളുടെ മുഖത്ത് നോക്കും, എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന അക്രമികളായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അതായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അതിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിലും സഹോദരങ്ങളെ ജീവനോടുകൂടി കുട്ടികളെ കുഴിച്ചുമൂടുന്ന കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇതും മനസ്സിലാക്കുക, പെൺകുട്ടികളെ എടുത്തു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആൺകുട്ടികളെ കുഴിച്ചുമൂടുന്നതിൽ തെറ്റില്ല എന്നല്ല. മറിച്ച് എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ വിഷയം പറഞ്ഞിട്ടുള്ളത്? അതാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നാണ്. അതല്ല എങ്കിൽ കുട്ടികൾ ആരാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരെയാകട്ടെ, അവരെ ജീവനോടുകൂടി കുഴിച്ചുമൂടുക, ജീവനോടുകൂടി കൊല്ലുക എന്നുള്ളത് സഹോദരങ്ങളെ അത് പാടില്ലാത്ത കടുത്ത ഹറാമാണ്. കാരണം അതിൽ എന്തുകൊണ്ടത് ഇവിടെ എടുത്തു പറഞ്ഞു? കാരണം അത് കുടുംബബന്ധം മുറിക്കലാണ്. നിന്റെ കുടുംബമായി, നിന്റെ മകനായി ജനിക്കുന്നതിന് മുമ്പ്, മകളായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നീ അതിനില്ലാതാക്കുകയാണ്, ആ ബന്ധമില്ലാതാക്കുകയാണ്. രണ്ടാമത് കൊലപാതകമാണ്. രണ്ട് വലിയ തിന്മകൾ സഹോദരങ്ങളെ അതിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം അള്ളാഹു ഹറാമാക്കിയത് വമൻഅൻ വഹാത്ത്. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അവന്റെ ബാധ്യതകൾ, അത് അവൻ കൊടുക്കൂല. മൻഅൻ, അത് കൊടുക്കൂല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് അവന്റെ മേൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും. ചെലവഴിക്കേണ്ട മാതാപിതാക്കൾക്കാകട്ടെ, കുടുംബങ്ങൾക്ക്, ഭാര്യക്കാകട്ടെ, കുട്ടികൾക്കാകട്ടെ, അങ്ങനെ ചെലവഴിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. സകാത്ത് കൊടുക്കേണ്ടവനായിരിക്കും, അതൊക്കെ തടയും. അങ്ങനെ കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ തടയുന്നവൻ. എന്നാൽ വഹാത്ത്, അവന് അർഹതയില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ രണ്ട് വലിയ ഷർറുകൾ ഒരുമിപ്പിക്കുകയാണ്. അവൻ നിർബന്ധമായി കൊടുക്കേണ്ട കാര്യങ്ങൾ അത് കൊടുക്കുകയുമില്ല, അവന് കിട്ടാൻ പാടില്ലാത്ത, അവന് അർഹതയില്ലാത്ത കാര്യങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇതിൽ സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞു എന്തൊക്കെയാണ്? ഖീല വഖാൽ, കേട്ടതും കണ്ടതും കേട്ടതുമൊക്കെ പറയുക. അതായത് ചില സമയത്ത് ഖീല എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആൾ ആരാണ് എന്നില്ല, ആരോ പറഞ്ഞു, ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഖാൽ ചിലപ്പോൾ പറഞ്ഞ ആളുണ്ടാകും, പക്ഷെ യാതൊരു ആവശ്യവുമില്ല, പരസ്പരം ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇത് വലിയ തെറ്റായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാകാൻ, അവരുടെ ബന്ധങ്ങൾക്ക് വലിയ വിള്ളൽ ഉണ്ടാകാൻ ഇത് മതിയായതാണ്. ശരീഅത്തിന്റെ പൊതു നിയമത്തിൽപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരീഅത്തിൽ ഹറാമായി കാണാൻ സാധിക്കും. അത് കച്ചവടത്തിന്റെ മേഖലയിൽ കാണാൻ സാധിക്കും. ഒരാൾ വില പറഞ്ഞതിന്റെ മേലെ വില പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ്. ഗീബത്ത് എന്തുകൊണ്ടാണ് അള്ളാഹു ഹറാമാക്കിയത്? നമീമത്ത് എന്തുകൊണ്ടാണ് ഹറാമാക്കിയിട്ടുള്ളത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരീഅത്തിന്റെ ഒരു അടിസ്ഥാന താല്പര്യത്തിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം ബന്ധവിച്ഛേദനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നാണ്.
അങ്ങനെയുള്ള കക്ഷിത്വങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ഖീല വഖാൽ. കേട്ടതും കണ്ടതും ഒക്കെ വിളിച്ചു പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന് തെറ്റായിട്ട് മതി അവൻ കേൾക്കുന്നതൊക്കെ പറയുക എന്നുള്ളത്. എന്ത് കേട്ടാലും അത് ആളുകളോടൊക്കെ പറയും. കാരണം കേൾക്കുന്ന കാര്യങ്ങളിൽ ചിലത് അത് പറയാതിരിക്കലായിരിക്കും നല്ലത്. ചിലത് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. നീ പറയുന്ന കാര്യം ഹക്കല്ലാത്തത് കൊണ്ടല്ല. ചില ഹക്കുകളും അത് ചില സ്ഥലങ്ങളിൽ ചില ആളുകളോട് പറഞ്ഞാൽ അത് കുഴപ്പമുണ്ടാകുമെന്ന് കണ്ടാൽ മിണ്ടേണ്ടതില്ല. അങ്ങനെ കേൾക്കുന്നതും അതുപോലെ തന്നെ കാണുന്നതുമൊക്കെ ആയ കാര്യങ്ങൾ അത് പറയുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ബിദ്അഈ കക്ഷികളുടെ ഒരു ഗുണവും ബിദ്അഈ കക്ഷികളുടെ ഒരു സ്വഭാവം കൂടിയാണ് അവരുടെ വിശ്വാസ കാര്യങ്ങളിലൊക്കെ കീലയും കാലയാണ്. അശ്അരികളുടെയും മാതുരീദികളുടെ ഒക്കെ വിശ്വാസങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് ഇതിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ്. വിശ്വാസ കാര്യങ്ങളിൽ തന്നെ കീലകാലകളെ സ്വീകരിക്കുക എന്നുള്ളത്. വിശ്വാസ കാര്യങ്ങളിൽ കീലകാലകളെ സ്വീകരിക്കുക, ഇബാദത്തുകളിൽ കീലകാലകളെ സ്വീകരിക്കുക. അതങ്ങനെ പണ്ടേ അങ്ങനെ പറയപ്പെട്ടതാണ്, അതൊക്കെ ഇതിൽ പെടും. ഞാൻ ആദ്യം പറഞ്ഞത് മാത്രമല്ല, അങ്ങനെ പണ്ടേ അങ്ങനെ ആൾക്കാർ ചെയ്തു വരുന്നതാണ്. പണ്ടേ അങ്ങനെ പറയാറുണ്ട്. ഇല്ല, അങ്ങനെ പണ്ടേ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ഖാലല്ലാഹു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മാത്രമാണ് ദീൻ എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം വകസ്റത സുആൽ, അധികരിച്ച ചോദ്യം അതെന്തുമാകട്ടെ, സമ്പത്താകട്ടെ, അത് മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കുന്ന സമ്പത്താകട്ടെ, ഇനി ഇൽമിന്റെ വിഷയത്തിൽ പോലും അധികരിച്ച ചോദ്യം പാടില്ല എന്നുള്ളതാണ്. അധികരിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഉപകാരവുമില്ല അത് ചോദിക്കുന്നത് കൊണ്ട്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ഒന്നിനു പുറമേ ഒന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവം സഹോദരങ്ങളെ പാടില്ല. നമുക്കതുകൊണ്ട് അമല് ചെയ്യാനുണ്ടോ എങ്കിൽ നീ ചോദിക്കുക. ഇനി അതല്ല, നീ ഒരു പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പല സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ നീ ഒരു ദീനി വിദ്യാർത്ഥിയാണ്, ആ ചോദ്യം നിനക്ക് അമല് ചെയ്യാൻ ഉണ്ടാവുകയില്ല, പക്ഷെ നിന്നോട് ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് മിക്കവാറും എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയ ആവശ്യം വരും, അപ്പോൾ നിനക്കത് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ലെ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആവശ്യമില്ല. കാരണം അവന് ദീനി വിദ്യാർത്ഥി ആയിരിക്കുകയില്ല, അങ്ങനെ പഠിക്കുന്ന ആളായിരിക്കുകയില്ല. ഇന്നാലും ഇല്ലാത്ത അങ്ങനെ വന്ന് ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഈ രൂപത്തിൽ ചോദ്യങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ കസ്റത്തു സുആലിൽ പെടും. അതൊരൊറ്റ ചോദ്യമാണെങ്കിലും ശരി, ഒരാവശ്യമില്ലാത്ത ചോദ്യം ഈ അധികരിച്ച ചോദ്യമാണ്. ഇനി ഉണ്ടാകുന്ന ചോദ്യമാണെങ്കിലും ശരി, സംഭവിക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും ശരി, അത് വെറുതെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അവർ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതും കസ്റത്തു സുആലിൽ പെടും. അതുപോലെ തന്നെ സമ്പത്ത് ആവശ്യമില്ലാതെ ചോദിക്കുന്നതും അതൊക്കെ കസ്റത്തു സുആലിൽ പെടുമെന്നാണ്. അനാവശ്യമായി അല്ലെ, 3 ആളുകൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അങ്ങേയറ്റം ദരിദ്രനായ ഒരാൾക്ക് ചോദിക്കാം, പക്ഷെ അയാൾക്ക് ജീവിക്കാനുള്ള വക കിട്ടിയതിന് ശേഷം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ അത് കസ്റത്തു സുആലാണ്. ചോദിക്കാൻ പാടില്ല, മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അവസാനമായി പറഞ്ഞത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് പാഴാക്കി കളയുക എന്നുള്ളത്. അത് ദീനിനോ ദുനിയാവിനോ ഉപകാരമില്ലാത്ത കാര്യത്തിന് ചെലവഴിക്കുക. ഒന്നുകിൽ ദീനിന് ഉപകാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ദുനിയാവിന് ഉപകാരം ഉണ്ടാകണം. ഇതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സമ്പത്ത് പാഴാക്കുക എന്നുള്ളത് പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അത് നിങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിനായി അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു എന്നുള്ളതാണ്. അല്ലെ, സമ്പത്ത് പാഴാക്കുന്ന അതിന്റെ ക്രയവിക്രയങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത വിഡ്ഢികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് അത് ചെലവഴിക്കാൻ അറിയാത്ത വിഡ്ഢികൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, അതിലൂടെയാണ് അല്ലാഹു തആല നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സമ്പത്ത് അങ്ങനെ വെറുതെ പാഴാക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ധൂർത്തുമായി ബന്ധപ്പെട്ടപ്പോൾ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് പാഴാക്കുക എന്നുള്ളത് അത് ഒരു നിലക്കും പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഫായിദ ഉണ്ടാവുകയില്ല, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു ഹൃദയ വിശാലതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലപ്പോഴുമൊക്കെ ഒരു ഔട്ടിങ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു പോവുക. അപ്പൊ അതൊക്കെ നമുക്ക് ദീനിനെന്തായാലും ഉപകരിക്കുന്ന ഒരു കാര്യമല്ല. ദുനിയാവിലും നമുക്ക് അങ്ങനെ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദുനിയാവിൽ എന്തെങ്കിലും ഒരു നേട്ടമില്ല. പക്ഷെ അവിടെ മൂന്നാമതുള്ള കാര്യം ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു അതിൽ തെറ്റില്ല, പക്ഷെ അത് വല്ലാതെ അധികരിപ്പിക്കാൻ പാടില്ല. വല്ലപ്പോഴും ഒരു മനസ്സിനൊരു സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല എന്നുള്ളത്.
പിന്നെയും അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ചോദ്യമാണ് അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന്റെ വിധി എന്താണ്? കാരണം അത് ഇബാഅത്തുൽ മാലിൽ പെടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അദ്ദേഹം പറയുന്നത് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, പക്ഷെ അവിടെ ശരീഅത്തിനോട് എതിരാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നല്ലതാണ്, അത് അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ വലിയവർക്ക് പറ്റാത്തത് ചെറിയ ആളുകൾക്ക് പറ്റും. കാരണം വലിയ ആളുകൾ ഇതിന്റെ പിന്നിൽ പോകേണ്ട ആൾക്കാരല്ല. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ശരീഅത്തിനോട് വിരുദ്ധമാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. കാരണം ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായ മ്യൂസിക്കും അങ്ങനെയുള്ള ഒരുപാട് ഹറാമുകൾ ഇങ്ങനെ നടമാടുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയാൽ അത് അവരോട് കാണിക്കുന്ന തർബീയത്തുള്ള വീഴ്ചയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൽ പെടുകയില്ല എന്ന് ചോദ്യം ചോദിക്കപ്പെട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഹദീസിലുള്ള ഫവായിദുകൾ. ഒന്നാമത് ഇന്നല്ലാഹ ഹറമ അലൈക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഒന്നാമത്തെ ഫായിദ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഹറാം ഹലാലുകളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു കാര്യം ഹറാമാണ്, ഒരു കാര്യം ഹലാലാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞല്ലോ, വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാൽ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങളുടെ നാവ് അത് പറയുന്നത് പോലെ തോന്നിയതുപോലെ കള്ളമായിക്കൊണ്ട് ഇന്നത് ഹലാൽ ഇന്നത് ഹറാം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമക്കലാണ്, വ്യാജം കെട്ടിച്ചമക്കലാണ്. ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് നിങ്ങൾക്ക് തോന്നിയതുപോലെ പറയാൻ പാടില്ല. അത് ഏത് കാര്യമാകട്ടെ, അത് ഹറാമാണ് ഹലാലാണെന്ന് പറയാൻ സഹോദരങ്ങൾ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് തോന്നിയതുപോലെ, നാവിന് തോന്നിയതുപോലെ പറയാൻ പാടില്ല. കാരണം ഹലാൽ ഹറാമുകൾ തീരുമാനിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ്. രണ്ടാമത്തെ ഫായിദ അദ്ദേഹം പറയുന്നത് തഹരീമു ഉഖൂഖിൽ ഉമ്മഹാത്ത്, മാതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ നിഷിദ്ധം എന്ന കാര്യം ഇതിലുണ്ട്. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആയത്ത് നമ്മൾ പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽ ഏറ്റവും വലിയൊരു പാപം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. അവിടെ ഒന്നാമതായി എണ്ണി അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുൽ പങ്കു ചേർക്കലാണ്. രണ്ടാമതായി വൻ പാപങ്ങൾ രണ്ടാമതായി എണ്ണിയത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ് എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു തആല അത് ഹറാമാക്കാനുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തുകൊണ്ട് മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം മനുഷ്യനോട് അല്ലാഹു തആല ഈ ശരീഅത്തിൽ നിയമമാക്കിയിട്ടുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ് മൻ സ്വലഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. ഇങ്ങോട്ടൊരാൾ ഒരു ഉപകാരം ചെയ്താൽ അവനോട് പ്രത്യുപകാരം ചെയ്യണം. ഈ ദീനിലുള്ള കാര്യമാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ജീവൻ ഉണ്ടാകാൻ സബബാക്കിയുള്ള കാര്യമാണ്. നിന്റെ ജീവൻ അവരിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അവരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവരാണ് നിന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയത്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും അവരാണ് നിന്നെ പോറ്റി വളർത്തിയത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ അവരോട് അങ്ങേയറ്റം നന്മ അവരോട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫായിദ തഹരീമു വഅദിൽ ബനാത്ത്, കുട്ടികളെ കുഴിച്ചുമൂടുക എന്നുള്ള കാര്യം അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് തഹരീമു ത്വലബി മാ ലാ യസ്തഹിഖുൽ ഇൻസാൻ, മനുഷ്യന് അർഹതയില്ലാത്ത കാര്യം ചോദിക്കാൻ പാടില്ല എന്ന പാഠം ഇതിലുണ്ട്. കാരണം വമൻ അൻ വഹാത്ത് എന്ന് പറഞ്ഞു. അതുപോലെ തഹരീമു മൻ ഉമായജിബ്, നിർബന്ധമായ കാര്യം തടയലും കൊടുക്കാതിരിക്കലും ഹറാമാണ്. ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ കാര്യവും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഖീലകാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുൽ മന്ദിദിനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നന്മ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികരിച്ചിട്ടുള്ള കാലകീലകൾ, കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയുക എന്നുള്ളത് പാടില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നന്മകൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈർ. പറയാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അത് ഖൈറാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ. അതിന്റെ ഇടയിൽ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ പല ആളുകളുടെ ഇടയിലേക്കും പല സ്ഥലങ്ങളിലൊക്കെ പോയാൽ നന്മ മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സലാം പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരികയില്ലേ? ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ
എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുകയില്ലേ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അൽ ഖൈറു നൗആൻ, നന്മ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഖൈറു മഖ്സൂദുൻ ലിദാതി വ ഖൈറുൻ മഖ്സൂദുൻ ലിഗൈരി. ഒന്ന് ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ സംസാരം അത് തന്നെ നന്മയായിരിക്കും. ഇപ്പൊ ഖുർആൻ പാരായണം ആ ഓതൽ തന്നെ നന്മയാണ്, ദിക്റുകൾ ആ ഓതൽ തന്നെ നന്മയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ പുണ്യപ്രവർത്തനങ്ങളും ഉണ്ട്, ആ പ്രവർത്തനം തന്നെ നന്മയാണ്, കാരണം അങ്ങനെ തന്നെ അതിന്റെ ആയത്തും ഹദീസും വന്നിട്ടുണ്ടാകും. രണ്ടാമത്തത് മഖ്സൂദുൻ ലിഗൈരിഹി, ആ പ്രവർത്തനം സ്വയം നിലക്കൊരു ഇബാദത്തല്ല, പക്ഷെ അതുകൊണ്ട് മറ്റൊരു കാര്യം നടക്കും. കാരണം ചില നല്ല വർത്തമാനങ്ങള് ദിക്റുകളോ ഹദീസുകളോ ആയത്തുകളോ ഒന്നും അല്ല, പക്ഷെ നല്ല വർത്തമാനങ്ങള് ഒരു മുസ്ലിമിന്റെ കൽബിന് സന്തോഷമുണ്ടാക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയാം. അവന്റെ ടെൻഷനുകളൊക്കെ കുറച്ചു കൊടുക്കുന്ന, ഒരു പ്രയാസമുള്ള ആളാണെങ്കിൽ അയാളുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കുന്ന നല്ല വർത്തമാനങ്ങൾ, അങ്ങനെ ഒരു നല്ലൊരു കൂട്ടാവുന്നതിന് വേണ്ടി അവന് ആ രൂപത്തിലൊക്കെ നമുക്ക് നീയത്ത് വെച്ചുകൊണ്ട് അവന്റെ ഒരു മുസ്ലിമിന്റെ കൽബിന് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പൊ ആ നീയത്ത് നമുക്ക് വെക്കാവുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് മഖ്സൂദുൻ ലിദാതിഹി, ആ പ്രവൃത്തി തന്നെ ചെയ്യുന്ന കാര്യം തന്നെ നന്മയായ ചില കാര്യങ്ങളും പറയാം. അതായത് നമ്മൾ പഠിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും. അപ്പൊ പഠിച്ചൊരു ആയത്തും ഹദീസും അതുപോലെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി പറയുമ്പോൾ അവർക്ക് അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ പഠിച്ച കേട്ട നല്ല കഥകളായിരിക്കും, അല്ലെ, ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിഖ്ഹിയായ ചില വിഷയങ്ങളൊക്കെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട എന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ചർച്ച കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒന്നുകിൽ മഖ്സൂദുൻ ലിദാതി, അതുപോലെ ഈ പറഞ്ഞതുപോലെ നന്മകൾ തന്നെ നേർക്ക് നേരെ പറയാം, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നല്ലൊരു കാര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അവന്റെ ഹൃദയത്തിനൊരു സന്തോഷം, അവന്റെ ടെൻഷനുകളൊക്കെ ഒന്ന് കുറക്കാൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നിയത്തുകളൊക്കെ വെക്കുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ്. അതായത് നമ്മൾ ഏത് സന്ദർഭങ്ങളിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നത് ചുരുക്കം, അത് ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ് عن عبد الله بن عمر رضي الله عنهما قال عن عبد الله بن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال رضا الله في رضا الوالدين وسخط الله في سخط الوالدين أخرجه الترمذي وصححه ابن حبان والحاكم. ഈ ഹദീസ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റിളല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി, ഫി റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം, ഫി സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തൃപ്തിപ്പെടുന്നത് അവൻ മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ചായിരിക്കും. അള്ളാഹു ഒരാളെ കോപിക്കുന്നത് അവന്റെ മാതാപിതാക്കളുടെ കോപത്തിനനുസരിച്ചായിരിക്കും എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ അൽ ഹസ്സു അലാ ഇർളാഇൽ വാലിദൈൻ, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രേരണ ഈ ഹദീസിലുണ്ട്. അപ്പൊ എപ്പോഴും അവർക്ക് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. മാതാപിതാക്കൾക്ക് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ ഇത് നിരുപാധികമല്ല, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് നിരുപാധികമല്ല. കാരണം എന്താണ്? കാരണം ചില മാതാപിതാക്കൾ, അള്ളാഹു അവർ ഹിദായത്തിലാകട്ടെ, അവർക്ക് കുട്ടികൾ തിന്മകൾ ചെയ്യുന്നതിലായിരിക്കും തൃപ്തിപ്പെടുക. ആ കുട്ടികൾ നന്മ ചെയ്യുന്നത് അവർ തൃപ്തിപ്പെടുകയില്ല, എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യുന്നതായിരിക്കും തൃപ്തിപ്പെടുക. ചില ഹറാമുകൾ അവരുടെ കുട്ടികളിൽ വേണമെന്ന് പോലും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ വിവരക്കേടാണ്. എന്റെ കുട്ടി ഇങ്ങനെ നടക്കാൻ പാടില്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് കൊണ്ടൊരു കുട്ടി അവന്റെ വസ്ത്രം നെര്യാണിക്ക് മുകളിൽ ഉയർത്തിയാൽ, താടി നീട്ടിയാൽ അതിന് നേരെ വിപരീതം കൽപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ ആ തൃപ്തി നമുക്ക് വേണ്ട. ഈ താടി വടിക്കണം, നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ നടക്കാൻ പാടില്ല, ഈ ഉസ്താദുമാരെ പോലും നടക്കേണ്ടതില്ല, അല്ലെങ്കിൽ നല്ല കുട്ടികളുടെ കൂടെ ഒന്നും കൂടാൻ പാടില്ല, ഇവരൊക്കെ കൂടെ കൂടുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവർ സഹോദരങ്ങളെ നിരുപാധികമായി അനുസരിക്കപ്പെടേണ്ട കാര്യമല്ല, അവരെ ആ വിഷയത്തിൽ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം ആത്യന്തികമായ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയുടെ പരിധിയിൽ മാതാപിതാക്കളുടെ തൃപ്തി വരുന്നുണ്ടെങ്കിലേ നമ്മളത് ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹുവിന് കോപമുണ്ടാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ നേടേണ്ടതില്ല. അപ്പോൾ നിനക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കണം. കാരണം അത് അങ്ങനെയുള്ള മാതാപിതാക്കളുടെ പ്രശ്നമാണ്, മാതാപിതാക്കളുടെ പ്രശ്നമാണ്. പക്ഷെ ദീനിൽ വിശാലതയുള്ള കാര്യമാണ് എങ്കിൽ അവിടെ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വിഷയത്തിൽ അറിവില്ലാത്ത ചിലർ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പൊ നിന്റെ മാതാപിതാക്കൾ ഹറാമ് ചെയ്യാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ല, ദീനിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമേ കൽപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ അത് നീ പാലിക്കേണ്ടതാണ്. ഉദാഹരണമായി പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്.
ഇപ്പൊ ചില ആളുകൾ വസ്ത്രം നെരിയാണിയുടെ കണങ്കാലിന്റെ മധ്യത്തിൽ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയാം, അങ്ങനെ നീ ചെയ്യണ്ട, നീ നെരിയാണിയുടെ തൊട്ടു മുകളിൽ ഇട്ടോളൂ, ഇത്ര അങ്ങോട്ട് കയറ്റണ്ട എന്ന് മാതാപിതാക്കൾ പറയുകയാണ് എങ്കിൽ സഹോദരങ്ങൾ, ആ മാതാപിതാക്കൾ അനുസരിക്കപ്പെടണം. അവരനുസരിക്കേണ്ടതുണ്ട്. കാരണം അവർ ഹറാമ് പറഞ്ഞിട്ടില്ല. അവരൊരു ഹറാമ് പറഞ്ഞിട്ടില്ല. അവർ കൂടി വന്നാൽ ഏറ്റവും അഫ്ളലായ ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അതിന്റെ താഴെയുള്ളത് ചെയ്താൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നീ ഒരു സുന്നത്തായ കാര്യം മാത്രമാണ് അവിടെ ഒഴിവാക്കുന്നത്. സുന്നത്തിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെ ചെയ്താൽ നിന്റെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും, മാതാപിതാക്കളെ അനുസരിക്കാൻ സാധിക്കും. ആ അനുസരണയാകട്ടെ അള്ളാഹുവിനോടുള്ള ധിക്കാരമാകുന്നുമില്ല, അള്ളാഹുവിനോടുള്ള ധിക്കാരമാകുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കാരമാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം ഒരുപോലെ കാണാൻ പാടില്ല. അവർ ഹറാമ് കൽപ്പിക്കുന്നതും അല്ലാത്തത് കൽപ്പിക്കുന്നതും ഒരുപോലെ കാണാൻ പാടില്ല. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരുപോലെയല്ല നമ്മൾ പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസിലെ ഫായിദ, അല്ലാഹു തആലക്ക് അർറിള, തൃപ്തി എന്ന് പറയുന്ന സിഫത്തുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും, ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹു കോപിക്കും, വന്നിട്ടുള്ളതാണ്. അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലാഹു വെറുക്കും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹഖീഖ, യാഥാർത്ഥ്യമായ അങ്ങനെ തന്നെയുള്ള സിഫത്തുകളാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഏതൊരു സിഫത്തും വിശ്വസിക്കുന്ന അടിസ്ഥാന നിലപാടുകൾ, അടിസ്ഥാന കായികകൾ അവിടെ പരിഗണിക്കപ്പെടും. അള്ളാഹുവിന്റെ തൃപ്തി അടിമകളുടെ തൃപ്തി പോലെയല്ല. അള്ളാഹുവിന്റെ തൃപ്തിയോട് സാദൃശ്യമുള്ള തൃപ്തി ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ആരും തന്നെ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി അവന് യോജിക്കുന്ന രൂപത്തിലുള്ള തൃപ്തി അവനുണ്ട്. അത് വിശ്വസിക്കണം. അത് ഈ ഹദീസിലൂടെ സ്ഥിരപ്പെടുന്ന കാര്യമാണ്. അതുപോലെ അത്തഹ്ദീറു മിൻ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിലുള്ള താക്കീത് സഹോദരങ്ങളെ ഇതുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചില സമയത്ത് മാതാപിതാക്കൾക്ക് കോപമുണ്ടാകുന്നത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കുകയില്ല, മറിച്ച് ചില സമയത്ത് കുട്ടികൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ അവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഖായിദ ഉണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞ റഹിമഹുല്ലാ, ലാ തജിബു ത്വാഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളുള്ള അനുസരണം നിർബന്ധമാകുന്നില്ല, ഇല്ല ഫീമാ ഫീഹി നഫ്ഉൻ ലഹുമാ വലാ ദററൻ അലൽ ഇബ്നി ഫീഹി. ഒന്ന്, ആ പറയുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം, അല്ലെങ്കിൽ വലാ ദററ അലൽ ഇബ്നി ഫീഹി, അതിൽ മകന് കുട്ടിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ അനുസരിക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയും. ഉദാഹരണത്തിന്, ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മകനോട് പറയാണ്, നീ ഇന്നാളെ മകളെ കല്യാണം കഴിക്കണം എന്ന് പറയാം. അല്ല, എന്റെ അമ്മന്റെ ഉപ്പയുടെ സഹോദരൻ, ഉമ്മയുടെ സഹോദരന്റെ മകളെ നീ കല്യാണം കഴിക്കണം എന്ന് ഉമ്മ കൽപ്പിച്ചു എന്ന് വിചാരിക്കുക. നിനക്കാണെങ്കിൽ ആ കുട്ടിയെ താല്പര്യമില്ല, ഒന്നുകിൽ ദീനിന്റെ വിഷയത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിനക്ക് താല്പര്യമില്ല. എന്നാൽ ഉപ്പയും ഉമ്മയും അത് നിർബന്ധിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ അവരനുസരിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ ഈ ഖായിദ വെച്ചാണ് പറയുന്നത്. ഒന്നാമത്, ആ കുട്ടിയെ കല്യാണം കഴിക്കുക എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും അതുകൊണ്ട് ഇല്ലല്ലോ. ആരെ കല്യാണം കഴിച്ചാൽ ഇന്നാളെ കല്യാണം കഴിക്കണം എന്നൊരു ഉപകാരമില്ല. അതുപോലെ മകനൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്നുമുണ്ട്. ഇതൊരു ഉപദ്രവം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ അനുസരിക്കേണ്ടതില്ല എന്നത് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിർബന്ധമായി പഠിക്കേണ്ട അറിവുകൾ, ദീൻ, തലബുൽ ഇൽം, അത് പഠിക്കുന്നതിന് മാതാപിതാക്കൾ എതിർക്കുകയാണ്. അവന് ഒന്നും അറിയില്ല, ദീന് പഠിക്കേണ്ട ആളാണ്, ഖുർആൻ ഓതാൻ അറിയില്ല, ഹദീസുകൾ അറിയില്ല. മാതാപിതാക്കൾ നമ്മളെ എതിർക്കുകയാണ്. അത് എതിർക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾക്കൊരു ഉപകാരവും കിട്ടുന്നില്ല, അതുപോലെ തന്നെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ മാതാപിതാക്കൾക്ക് ഒന്നുകിൽ ഉപകാരമുള്ള കാര്യമായിരിക്കണം, അതുപോലെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകാനും പാടില്ല. ഇങ്ങനെ ഒത്തുവന്നാലാണ് അനുസരിക്കപ്പെടേണ്ടതുള്ളൂ. അതല്ലാത്ത രൂപത്തിൽ അനുസരിക്കപ്പെടേണ്ടതില്ല എന്ന രൂപത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഇപ്പം മകനോട് ഉമ്മ പറയാണ്, അല്ലെങ്കിൽ ഉപ്പ പറയാണ്, നിന്റെ ഭാര്യയെ ത്വലാഖ് ചെയ്യണം, ഭാര്യ ഒഴിവാക്കണം എന്ന് പറയുകയാണ് എങ്കിൽ അവിടെ ഈ കാര്യം മനസ്സിലാക്കുക. എന്റെ ഈ ഭാര്യയെ ഒഴിവാക്കുന്നത് കൊണ്ട് ഉമ്മാക്കൊരു ഉപകാരമില്ല, അതുപോലെ തന്നെ ഇതെനിക്ക് ഉപദ്രവം കൂടിയാണ്. എന്റെ ഭാര്യ നല്ല ഭാര്യയാണ് ഉമ്മ ഒഴിവാക്കാൻ പറയുന്നത്, ത്വലാഖ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാനത് ത്വലാഖ് ചെയ്യണമോ വേണ്ടേ? പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ഒരാളുടെ ഉപ്പ അയാളുടെ മകനോട് മകളെ ഭാര്യയെ തലാഖ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഉപ്പ അനുസരിക്കപ്പെടേണ്ടതുണ്ടോ? അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് പറഞ്ഞു, നീ തലാഖ് ചെയ്യാൻ പാടില്ല. അപ്പോ തിരിച്ചു ചോദിച്ചു,
ഓ അബു അബ്ദില്ല, നബിസല്ലല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിനോട് തന്റെ മകളെ തലാഖ് ചെയ്യാൻ പറഞ്ഞതായി സംഭവമുണ്ടല്ലോ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം അബ്ദുല്ലാഹിബ്നു ഉമറിനോട് നീ ഉമറിനെ അനുസരിക്കുക എന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? അവിടെ ഉപ്പ പറഞ്ഞതിനനുസരിച്ച് മകൻ തലാഖ് ചെയ്യാനാണ് പറഞ്ഞതല്ലോ. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അത് നിന്റെ ഉപ്പ ഉമർ അല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ശരീഅത്തിനെതിരായിട്ടുള്ള കൽപ്പന പറയുന്ന ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശരീഅത്തിനെതിരായ ഒരു കൽപ്പനയായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറയുമായിരുന്നില്ല. അപ്പൊ ഇവിടെ ഉമ്മ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിരിക്കുന്നത് ശരീഅത്തിനെതിരായ ഒരു കാര്യമാണ്. കാരണം ഒരു കാരണവുമില്ലാതെ ഒരു പെണ്ണിനെ തലാഖ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര വലിയ ദ്രോഹമാണത്, എത്ര വലിയ ദ്രോഹമാണത്. അവൾക്കും ദ്രോഹമുണ്ടാക്കി, കുട്ടികളുണ്ടെങ്കിൽ അതിനും ദ്രോഹമുണ്ടാക്കി. ഒരു ഉമ്മയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ ഉമ്മാക്കൊരു ഉപകാരവും ഇല്ല, അതുപോലെ ഇവന് ഉപദ്രവമില്ലാത്ത അവസ്ഥയുമില്ല, ഇവന് ഉപദ്രവമാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹോദരങ്ങളെ അനുസരിക്കപ്പെടേണ്ടതില്ല. എന്നാൽ ഏറ്റവും നല്ല വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ നന്മയിൽ വർത്തിക്കണം, അത് മറന്നു പോകാൻ പാടില്ല. കാരണം നേരത്തെ ഷിർക്ക് ചെയ്യാൻ കൽപ്പിച്ച ഉമ്മയോടാണ് അല്ലാഹു തആല പറഞ്ഞത് വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടിയാണ്. അത്ര വലിയ കാര്യമല്ലല്ലോ ഇത്. അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞ ഉമ്മയോട് ഉപ്പയോടാണ് വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ വല്ല ദുൽമൊക്കെ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ, ഇതൊക്കെ പരീക്ഷണങ്ങളായി മനസ്സിലാക്കണം സഹോദരങ്ങൾ, പരീക്ഷണങ്ങളായി മനസ്സിലാക്കണം. എല്ലാവർക്കും ദീൻ പഠിച്ച നല്ല സാലിഹ്യങ്ങളായ മാതാപിതാക്കളെ കിട്ടിക്കൊള്ളുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്, ഓരോ സാഹചര്യങ്ങളാണ്, അത് ഓരോരുത്തരുടെ പരീക്ഷണമാണ്, അവരുടെ ജീവിതത്തിൽ പരീക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകളെ കിട്ടുക വലിയ പ്രയാസമായിരിക്കും. ഉമ്മയെ ധിക്കരിക്കപ്പെടേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. പക്ഷെ അള്ളാഹു ധിക്കരിക്കപ്പെടാൻ പാടില്ല. ആ ഘട്ടങ്ങളിൽ ഉമ്മ ധിക്കരിക്കപ്പെടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാക്കാതെ ഒരു ഖായിദയായിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഖായിദയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു